ഹലോ കിഡോസ്, നമുക്ക് നല്ല ടേസ്റ്റും നല്ല ഗ്രേവി ആയിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ ചെയ്താലോ. അതിനായിട്ട് നമുക്ക് കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എടുക്കുക. എന്നിട്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ സാദാ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് വെക്കണം, കൂന്തലിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ടേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൂന്തൽ നമ്മൾ ഇതാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ആയിട്ട് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരും. അപ്പോൾ ഇതിലേക്ക് എടുക്കുമ്പോൾ എണ്ണയിലേക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ചുരുങ്ങും. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ. അതിന് ശേഷം നന്നായി ഇതായതിനു ശേഷം ഇതിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങുമ്പോൾ അതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി നേരം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ നന്നായി ഈ വെള്ളം മുഴുവനും നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്ത് പിന്നെ കുറേശ്ശെ ആയിട്ട് നമ്മൾ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ എണ്ണ ആഡ് ചെയ്യണത് എടുത്തില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി കൊടുക്കുക വേണം. നന്നായി വേവണം കേട്ടോ, അല്ലെങ്കിൽ വയറ് വേദന എടുക്കും നമുക്ക്. സോ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മസാല എല്ലാം നമ്മൾ ഈ കൂന്തലിലേക്ക് നന്നായി പിടിക്കണം. നല്ല ഗ്രേവി ആയിട്ട് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു സ്മെല്ല് വരിക. ആ സ്മെല്ലിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറേശ്ശെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരും. നല്ല മസാലയും കൂടി കേട്ടോ. ഇത് മാത്രം മതി ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂടാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബായ്.